രഞ്ജി ട്രോഫിയിൽ കന്നിക്കിരീടമെന്ന കേരളത്തിന്റെ മോഹം മങ്ങുകയാണ്. രണ്ടാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റിന് 348 റൺസ് പിന്നിട്ട വിദർഭയുടെ ആകെ ലീഡ് 390 കഴിഞ്ഞു. ഇനി 40 ഓവർ കൂടി മാത്രമാണ് മത്സരം ബാക്കിയുള്ളത്. നാഗ്പൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഏതാണ്ട് 400 റൺസിനടുത്ത് ലീഡ് ഇപ്പോൾ വിദർഭയ്ക്കുണ്ട്. 390 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതാണ്ട് 40 ഓവർ കഷ്ടിച്ച് മാത്രമേ കളിയുള്ളൂ. അതിലൊരു വിക്കറ്റ് കൂടി വീഴാൻ ബാക്കിയുണ്ട് വിദർഭയുടേത്. അപ്പോൾ മഹാത്ഭുതം നടന്നാലും ഇതൊരു സമനിലയിലേക്ക് നീങ്ങും എന്ന് മാത്രമേ കരുതാൻ കഴിയൂ. ആദ്യ ഇന്നിംഗ്സിലെ ലീഡിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജി ട്രോഫി വിദർഭയിൽ തന്നെ അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇപ്പോൾ തന്നെ ഈ 9ാം വിക്കറ്റ് കഴിഞ്ഞു, 10ാമത്തെ ആളെയും പുറത്താക്കി കഴിഞ്ഞാലും കേരളം ബാറ്റിങ്ങിന് എത്തിയാൽ ശരാശരി ഓരോ ഓവറിൽ 10ന് മുകളിൽ സ്കോർ ചെയ്ത് വേണം ഈ 400-നടുത്തുള്ളൊരു സ്കോർ ചേസ് ചെയ്ത് കേരളത്തിന് വിജയിക്കേണ്ടത്. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുക സാധ്യമേ അല്ല. അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ വിജയിക്കുക എന്നൊരു സാധ്യത അതേതാണ്ട് മങ്ങി എന്ന് തന്നെ വേണം പറയാൻ. ഒരുപക്ഷെ ഈ മത്സരം സമനിലയിലാകും. അങ്ങനെയെങ്കിൽ 1ാം ഇന്നിംഗ്സ് ലീഡിൻ്റെ കരുത്തിൽ വിദർഭ കപ്പ് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ്. നിലവിൽ ഇപ്പോൾ വിദർഭ 357 റൺസിന് 9 വിക്കറ്റ് എന്ന നിലയിലാണ്. ഇപ്പോൾ ഇതിനോടകം 394 റൺസ് ലീഡായി കഴിഞ്ഞു. 6 റൺസ് കൂടി വന്നാൽ ആ ലീഡ് 400-ലേക്ക് എത്തും. സ്വാഭാവികമായും ഇനി കേരളത്തിൻ്റെ പക്കൽ സമയമില്ലാത്ത, ഓവറില്ലാത്ത, ബാക്കിയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഏതായാലും കരുൺ നായരുടെ ഒരു സെഞ്ചുറി മികവിലാണ് വിദർഭ ഇത്തരം ഒരു വലിയ കൂട്ടുകെട്ടുണ്ടാക്കിയത്. ഇന്ന് രാവിലെ വേഗത്തിൽ തന്നെ കരുൺ നായരെ പുറത്താക്കാൻ കേരളത്തിന് കഴിഞ്ഞു. പക്ഷേ പിന്നീട് വന്ന ബാറ്റർമാർ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തിയതോടെയാണ് മെച്ചപ്പെട്ട ഒരു ലീഡിലേക്ക് വിദർഭയ്ക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത്. അതാണ് കേരളത്തിൻ്റെ പ്രതീക്ഷകൾ പതിയെ തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വാലറ്റം ഇങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുന്നതാണ് കേരളത്തിന് മുന്നിൽ ഇപ്പോൾ ഒരു പ്രശ്നമായി തന്നെ ഉള്ളത്. 9 വിക്കറ്റുകൾ വീഴ്ത്തി ഇനിയും ഒരാളെ കൂടി പുറത്താക്കിയാലേ കേരളത്തിന് ബാറ്റിങ്ങിന് ഇറങ്ങാൻ കഴിയൂ. പക്ഷെ അപ്പോഴേക്കും സമയം വൈകും. ഇനി ബാറ്റർമാർ ആഞ്ഞു ശ്രമിച്ചാൽ പോലും ഇത്ര കൂറ്റൻ ലക്ഷ്യം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നേടുക അത് ഒരു മഹാത്ഭുതമായി മാറുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ വിജയകുമാർ. ഇപ്പോൾ ആകെ ലീഡ് 395 358-9 എന്ന നിലയിൽ വിദർഭ ബാറ്റിംഗ് തുടരുകയാണ്. ഇനിയിപ്പോൾ കേരളത്തിന് കളിക്കാൻ ബാക്കിയാവുക ഏതാണ്ട് 40 ഓവർ കഷ്ടിച്ചായിരിക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലും വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കണം, അതിൻ്റെ സാധ്യത കുറവാണ് ക്രിക്കറ്റിൽ. അപ്പോൾ വിദർഭയ്ക്ക് രഞ്ജി ട്രോഫി കിട്ടും എന്നത് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഔദ്യോഗികമായി വരട്ടെ. നാഗ്പൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.